ഒന്നാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ചെവിയുടെ ബാഹ്യകർണത്തിൻ്റെ ഭാഗങ്ങളിൽ പെടാത്തത് ഏത് എന്നാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, കോക്ലിയ. അപ്പോൾ കോക്ലിയ ചെവിയുടെ ആന്തരകർണത്തിൻ്റെ ഭാഗമാണ്. രണ്ടാമത്തെ ചോദ്യം നോക്കാം. തിരുവിതാംകൂറിൽ ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂൾ ആരംഭിച്ച വർഷം. ഉത്തരം ഓപ്ഷൻ ബി ആണ്, 1834. 1834 തിരുവിതാംകൂറിൽ ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂൾ ആരംഭിച്ചത്. മൂന്നാമത്തെ ചോദ്യം, ഒരു ഹീമോഗ്ലോബിൻ തന്മാത്രയ്ക്ക് വഹിക്കാൻ കഴിയുന്ന ഓക്സിജൻ തന്മാത്രകളുടെ എണ്ണം. ഒരു ഹീമോഗ്ലോബിൻ തന്മാത്രയ്ക്ക് വഹിക്കാൻ കഴിയുന്ന ഓക്സിജൻ തന്മാത്രകളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ്. അപ്പോൾ 4. അപ്പോൾ 4 ഓക്സിജൻ തന്മാത്രകളെയാണ് ഒരു ഹീമോഗ്ലോബിൻ തന്മാത്ര വഹിക്കുന്നത്. ഇന്ത്യയിൽ എത്ര തരം കാര്യനിർവഹണ വിഭാഗമുണ്ട്? ഉത്തരം ഓപ്ഷൻ എ ആണ്, 2. അപ്പോൾ ഇന്ത്യയിൽ 2 തരം കാര്യനിർവഹണ വിഭാഗങ്ങളാണുള്ളത്. ഒന്ന് കേന്ദ്ര കാര്യനിർവഹണ വിഭാഗവും 2 സംസ്ഥാന കാര്യനിർവഹണ വിഭാഗവും. അഞ്ചാമത്തെ ചോദ്യം, ഇന്ത്യക്കൊരു രാഷ്ട്രപതി ഉണ്ടായിരിക്കണമെന്ന് അനുശാസിക്കുന്ന അനുച്ഛേദം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, അനുച്ഛേദം 52. ഇനി ആറാമത്തെ ചോദ്യം, ജന്മി കുടിയാൻ വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ആയില്യം തിരുനാൾ. 2023 ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം. ഉത്തരം ഓപ്ഷൻ എ ആണ്, 80. വസ്തുവിൻ്റെ മേൽ ഉപയോഗിക്കപ്പെടുന്ന ബാഹ്യബലത്തിൻ്റെ ഉറവിടത്തെക്കുറിച്ച് പ്രസ്താവിക്കുന്ന ചലന നിയമം. ഉത്തരം ഓപ്ഷൻ സി ആണ്, 3ാം ചലന നിയമം. കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ്. ഉത്തരം ഓപ്ഷൻ സി ആണ്, ആശിഷ് ജെ ദേശായി. 10 വാസ്കോഡ ഗാമയുടെ പിൻഗാമിയായി ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ. ഉത്തരം ഓപ്ഷൻ സി ആണ്, അൽവാരിസ് കബ്രാൾ. അടുത്ത ചോദ്യം, പറമ്പിക്കുളം ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്ന വില്ലേജ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, മുതലമട. മുതലമട വില്ലേജിലാണ് പറമ്പിക്കുളം ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം നോക്കാം. രക്തക്കുഴലുകൾ എത്ര തരം? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 3 തരം. അപ്പോൾ 3 തരം രക്തക്കുഴലുകളാണ് ഉള്ളത്. അടുത്ത ചോദ്യം, മൊത്ത ദേശീയ ഉൽപ്പന്നത്തിൽ നിന്ന് തേയ്മാന ചിലവ് കുറക്കുമ്പോൾ ലഭ്യമാകുന്നത് എന്ത് എന്നതാണ്. ഇതിൻ്റെ ഉത്തരം വരുന്നത് അറ്റ ദേശീയ ഉൽപ്പന്നം. അപ്പോൾ അറ്റ ദേശീയ ഉൽപ്പന്നം എന്നത് മൊത്ത ദേശീയ ഉൽപ്പന്നത്തിൽ നിന്ന് തേയ്മാന ചിലവ് കുറക്കുമ്പോൾ ലഭിക്കുന്നതാണ്. അടുത്ത ചോദ്യം, ഉൽപാദന ഘടകങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പാട്ടം, വേതനം, പലിശ ലാഭം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതി. അപ്പോൾ ദേശീയ വരുമാനം കണക്കാക്കാൻ പല രീതികളുണ്ട്. അപ്പോൾ ഇതിൽ ചോദിച്ചിരിക്കുന്നത് നമ്മുടെ വരുമാന രീതിയാണ്. അപ്പോൾ ഇത് വരുമാനങ്ങളാണ്. നമുക്കറിയാം പാട്ടം, വേതനം, പലിശ ലാഭം എന്നിവയൊക്കെ നമ്മുടെ ഒരു ഉൽപ്പാദനത്തിൽ നിന്ന് ലഭിക്കുന്ന വരുമാനങ്ങളാണ്. അപ്പോൾ അങ്ങനെ ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണ് വരുമാന രീതി. ഇനി അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്നതിൽ ഏത് രീതിയിലാണ് ഓരോ ഉൽപ്പാദന ഘടകത്തിൻ്റെയും ദേശീയ വരുമാനത്തിൽ നിന്നുള്ള സംഭാവന വേർതിരിച്ചറിയാൻ സഹായിക്കുന്നത്? അപ്പോൾ നമുക്കറിയാം ദേശീയ വരുമാനം പലതരത്തിലും കണ്ടെത്തുമെന്ന്. ഉൽപ്പാദന രീതി, വരുമാന രീതി, ചെലവ് രീതി, ഇങ്ങനെയുള്ള പല രീതിയിലും കണ്ടെത്തും. അപ്പോൾ ഈ ഓരോ ഉൽപ്പാദന ഘടകത്തിൻ്റെയും പങ്ക് എങ്ങനെയാണ് വേർതിരിച്ചറിയാൻ കഴിയുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, വരുമാന രീതി. വരുമാന രീതിയിലൂടെ ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ ഓരോ ഉൽപ്പാദന ഘടകത്തിൻ്റെയും സംഭാവനകൾ വേർതിരിച്ചറിയാൻ കഴിയും. അപ്പം വരുമാന രീതി. അടുത്ത ചോദ്യം നോക്കാം. വികസന സൂചികകളിൽ ഏറ്റവും ലളിതമായ വികസന സൂചിക. പ്രതിശീർഷ വരുമാനം. ഇപ്പോൾ പ്രതിശീർഷ വരുമാനത്തിലൂടെയാണ് ഏറ്റവും ലളിതമായ വികസന സൂചിക എന്നറിയപ്പെടുന്നത്. പ്രതിശീർഷ വരുമാനം ഏറ്റവും ലളിതമായ വികസന സൂചിക എന്നറിയപ്പെടുന്നു. അടുത്ത ചോദ്യം നോക്കാം. ഗവർണർ ഓഫ് ബംഗാൾ എന്ന പദവി ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നാക്കി മാറ്റിയ നിയമം. ഇത്തരം ഓപ്ഷൻ സി ആണ്, റെഗുലേറ്റിംഗ് ആക്ട്. ഇപ്പോൾ റെഗുലേറ്റിംഗ് ആക്ടിലൂടെയാണ് ഗവർണർ ഓഫ് ബംഗാൾ എന്ന പദവി ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നാക്കി മാറ്റിയത്. 1773. അടുത്ത ചോദ്യം നോക്കാം. CK നായിഡു പുരസ്കാരം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ക്രിക്കറ്റ്. അപ്പോൾ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പുരസ്കാരമാണ് CK നായിഡു പുരസ്കാരം. ബാലമുരളി എന്ന തൂലികാനാമത്തിൽ ആദ്യകാലത്ത് കവിതകൾ എഴുതിയിരുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്, ONV കുറുപ്പ്. അടുത്ത ചോദ്യം നോക്കാം. വിദ്യാലയങ്ങളെ ലഹരി വിമുക്തമാക്കാൻ ആരോഗ്യ വകുപ്പും ദേശീയ ആരോഗ്യ ദൗത്യവും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതി. ഉത്തരം ഓപ്ഷൻ സി ആണ്, ഉയരെ.
അടുത്ത ചോദ്യം, അക്ഷയ കേന്ദ്രങ്ങളിലെ ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിനായി സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ നടത്തിയ പരിശോധന. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഓപ്പറേഷൻ ഇ സേവ. അപ്പോൾ ഓപ്പറേഷൻ ഇ സേവയാണ് അക്ഷയ കേന്ദ്രങ്ങളിലെ ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിനായി സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ നടത്തിയ പരിശോധന, ഓപ്പറേഷൻ ഇ സേവ. ഇന്ത്യയുടെ ഒന്നാമത്തെ നിയമ ഓഫീസർ. ഉത്തരം ഓപ്ഷൻ ബി ആണ്, അറ്റോർണി ജനറൽ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ് ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി. പിണ്ഡത്തിൻ്റെ യൂണിറ്റ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, കിലോഗ്രാം. കഴിഞ്ഞ ദിവസം നടന്ന യൂണിവേഴ്സിറ്റി LGS പരീക്ഷയിൽ ബലത്തിൻ്റെ യൂണിറ്റാണ് ചോദിച്ചിരുന്നത്, അത് ന്യൂട്ടനാണ്. പിണ്ഡത്തിൻ്റെ യൂണിറ്റാണ് കിലോഗ്രാം എന്ന് പറയുന്നത്. ഇനി 25ാമത്തെ ചോദ്യം, ഹോർത്തൂസ് മലബാറിക്കസ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, KS മണിലാൽ.